എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ അതിഥി കബ് ബത്തിയാവുകി എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഖക് കിസ് ഉമ്മീദ് സെ അതിഥി ക മുഹ് നിഹാർ രഹാ ഹോഗ. അതായത് ലേഖകൻ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതിഥിയുടെ മുഖത്ത് നോക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്, ആ അതിഥി തന്നോട് സംസാരിക്കും എന്നുള്ള രീതിയിൽ കാത്തിരിക്കുന്നത് എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ അതിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഖക് को उम्मीद थी कि अतिथि मोबाइल एक तरफ रखकर उनसे गांव घर बचपन और पुरानी यादों की बातें करेगा. അതായത് ലേഖകന് പ്രതീക്ഷയുണ്ടായിരുന്നു, എന്താണ്, അതിഥി മൊബൈൽ ഏക് തരഫ് റക്കർ, മൊബൈൽ ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട്, ഉൻസെ അദ്ദേഹത്തോട്, ഗാവ് ഘർ അതായത് ഗ്രാമത്തെ കുറിച്ചും വീടിനെ കുറിച്ചൊക്കെ, ബച്പൻ കുട്ടിക്കാലം, അതുപോലെ തന്നെ പുറാനി യാദോ കി ബാത്തേ കരയുക പഴയ ഓർമ്മകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്ന്. पर अदिति मोबाइल में ही व्यस्त रहा, इसी वजह से लेखक बार बार उसका मुंह ताकता रहा. അതായത് എന്താണ്, അദ്ദേഹം വിചാരിച്ചത് ഈ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അതിഥി ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അതിഥി എന്താണ് ചെയ്തത്, മൊബൈലിൽ തന്നെ ബിസി ആയിരുന്നു. വ്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം മൊബൈലിൽ തന്നെ നോക്കിയിരുന്ന് അതിൽ ബിസി ആയിരുന്നു. ഇസി വജസെ അതുകൊണ്ട് തന്നെ ലേഖക് ബാർ ബാർ ഉസ്ക മുഹ് താക്താ രഹ, ലേഖകൻ എന്താണ് അതിഥിയെ നോക്കിക്കൊണ്ടേയിരുന്നു, ആ ഒരു അതിഥിയെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്തിനെ, സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ अब मुझे कोफ्त होने लगी है, ലേഖക് കോ ക്യോ കോഫ്ത് ഹോനെ ലഗി. അതായത് അദ്ദേഹത്തിന് എന്താണ് പിന്നീട് വിഷമാവാൻ വേണ്ടി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് വിഷമായത്, എന്താണ് അതിന്റെ കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം लेखक ने बड़ी प्रेम और उम्मीद से अदिति को अपने घर बुलाया था कि उससे दो बातें कर मन बहलाएंगे. അതായത് ലേഖകനാണെന്നുണ്ടെങ്കിൽ അതിഥിനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട്, വളരെയധികം പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിനായിട്ട് സംസാരിച്ചിട്ട് കുറച്ച് എന്താണ് മനസ്സിന് ശാന്തിയൊക്കെ കിട്ടുന്ന രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം, കുറച്ച് സന്തോഷമൊക്കെ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. पर अदिति के मोबाइल में लगातार खोए रहने और उनकी अनदेखी करने से लेखक को दुख और निराशा होने लगी. പക്ഷെ എന്താണ്, അതിഥി ലഗാത്താർ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് മൊബൈൽ മേ ഖോയെ രഹനെ, മൊബൈലിൽ തന്നെ എന്താണ് ഇങ്ങനെ അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉൻകി അൻदेखी करने से അദ്ദേഹത്തിന് കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, അത് കണ്ടപ്പോൾ ലേഖക് ദുഃഖ് ഓർ നിരാശ ഹോനെ ലഗി, ലേഖകൻ എന്താണ് വിഷമവും നിരാശയും ഒക്കെ തോന്നാനായിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. नेक्स्ट क्वेश्चन നോക്കാം. अब मैं तुम्हारा क्या इलाज करूं, यहाँ लेखक का व्यंग्य किस बात की ओर इशारा करता है. അതായത് ഈ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് ഞാൻ എങ്ങനെ ചെയ്യാനാണ് എന്നുള്ളൊരു സെന്റൻസ് ഉണ്ട് ഈ ഒരു വ്യംഗ്യയുടെ. അപ്പം ഇവിടെ എന്താണ്, ലേഖകൻ വ്യംഗ്യം ചേർത്ത്, വ്യംഗ്യം കലർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല, പരിഹാസം കലർത്തിയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്ത് കാര്യത്തെ കുറിച്ചാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, लेखक व्यंग्य के माध्यम से मोबाइल और सोशल मीडिया की लत पर चोट कर रहे हैं. ചോട്ട് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ പരിഹാസ രൂപേണ പറഞ്ഞു പോകുന്നത് എന്താണ്, മൊബൈലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അതിന്റെ രണ്ടിന്റെ മേലുള്ള ആളുകളുടെ ലത്ത് എന്ന് വെച്ചാൽ അഡിക്ഷൻ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജിസ്നെ ഇൻസാൻ കോ അപ്നോ സെ ദൂർ ഓർ അക്കേല ബനാ ദിയാ ഹെ. ആ അഡിക്ഷൻ എന്താണ് റിസൾട്ട് ചെയ്തിട്ടുള്ളത്, മനുഷ്യരെ എന്താണ് അപ്നോ സെ ദൂർ ഓർ അക്കേല ബനാ ദിയാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തക്കാരുടെ അടുത്തുനിന്ന് ദൂരെ മാറ്റിയിട്ട് ഒറ്റപ്പെട്ട ഒരു സിറ്റുവേഷനിൽ എത്തിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. യഹ് പങ്ക്തി ദർശാത്തി ഹൈ കി യഹ് ലത് അബ് ഏക് ऐसी बीमारी बन चुकी है जिसका कोई सीधा इलाज नजर नहीं आता. ഈ ഒരു വരി എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദർശാത്തി എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് യഹ് ലത് അബ് ഏക് ऐसी बीमारी बन चुकी है, ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു അസുഖം ആയി തീർന്നിരിക്കുകയാണ്. ജിസ്കാ കോയി സീത ഇലാജ് നസർ നഹി ആത്ത, അതായത് നേരിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു അസുഖമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ഈ മൊബൈലിനോടൊക്കെ ഉള്ള അഡിക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ആക്ടിവിറ്റീസ് നോക്കാം നമുക്ക്. അപ്പോ ഗുസ്രെ സമझे, लेख में कई अंग्रेजी शब्दों का लिप्यांतरण है, उन शब्दों को चुनकर खंबा भरे എന്നുള്ളതാണ്. അപ്പോ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അംഗ്രേസി ശബ്ദ് അതുപോലെ തന്നെ ലിപ്യാന്തരിത് രൂപ് നിങ്ങളുടെ ടെക്സ്റ്റില് ഇത് തന്നിട്ടുണ്ട്, ഇത് എടുത്തെഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊബൈൽ അതെങ്ങനെയാണ് ഹിന്ദിയിൽ എഴുതിയിട്ടുള്ളത്, ഫേസ്ബുക്ക്
അത് ഹിന്ദിയിലേക്ക് മാറ്റി എഴുതുക. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, അതുപോലെ തന്നെ എക്സിന്റെ പേരും കൂടി ഉണ്ടായിരുന്നു, ട്വിറ്ററിന്റെ കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു ചാപ്റ്ററിൽ. അപ്പം അത് എടുത്തെഴുതുക എന്നുള്ളത് മാത്രമേ ഈ ഒരു ആക്ടിവിറ്റിയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ മൊബൈൽ മാത്രമാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള വാക്ക്, ബാക്കി ടെക്സ്റ്റിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങളോട് ഫില്ലിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാഠ് ഭാഗ് കെ ആധാർ പർ സഹി പ്രസ്താവോ കോ ചുൻകർ ലിഖേ എന്നുള്ളതാണ്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു വ്യംഗ്യനെ ബേസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനകൾ എന്ന് എഴുതാനാണ് പറയുന്നത്. ലേഖക് അതിഥി ക മുഹ് നിഹാർത്താ രഹ, കറക്റ്റ് ആണ് അല്ലെ. അതിഥി ലേഖക് സെ ബാത്തേ കർത്താ രഹ, അത് തെറ്റാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിഥി ലേഖകനോട് സംസാരിച്ചിട്ടേ ഇല്ല. ലേഖക് കോ അപ്നി മതി മാരി ജൈസി ലഗി, അത് കറക്റ്റ് ആണ്. ലേഖക് കോ അതിഥി കാ വ്യവഹാർ പസന്ത് ആയ, അത് തെറ്റാണ്. കാരണം ബിൽക്കുൽ ബി പസന്ത് നഹി ആയ, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പം ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ घर जाने के बाद अतिथि को अपनी गलती का एहसास होता है, वह ലേഖക് को പത്ര ലിഖ്ത ഹെ, അതിഥി ക പത്ര തയ്യാർ കരെ എന്നാണ് പറയുന്നത്. അതായത് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ അതിഥിക്ക് തന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായി. ഗൽത്തി ക എഹസാസ് ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, തന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു അതിഥി ലേഖകന് ഒരു ലെറ്റർ എഴുതാണ്. അപ്പൊ ആ ഒരു ലെറ്റർ എഴുതാനാണ് പറയുന്നത്. ആ ലെറ്ററിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാല് സഹി ഷുറുവാത്ത്, കറക്റ്റ് ആയിട്ടുള്ള ബിഗിനിങ് ഉണ്ടായിരിക്കണം. വിഷയ് പ്രസംഗാനുകൂൽ ഹെ, അതായത് സന്ദർഭത്തിനനുസരിച്ചുള്ള വിഷയമായിരിക്കണം. ഉചിത് ഭാഷാ ശൈലി ആയിരിക്കണം. രൂപരേഖ കാ പാലൻ, ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആ ലെറ്റർ നോക്കാം നമുക്ക്. അപ്പം ലെറ്ററിന്റെ ഫോർമാറ്റിൽ ആദ്യം തന്നെ എന്താണ്, ഒരു ഔട്ട്ലൈൻ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. എന്നിട്ട് പ്ലേസ് അതുപോലെ തന്നെ ഡേറ്റ് എഴുതി പ്രിയ മിത്ര, പിന്നീട് പ്രിയ മിത്ര ആശാ കർത്താഹു തും അപ്നെ പരിവാർ സഹിത് കുശൽ മംഗൽ ഹോങ്കെ, എന്താണ്, വീട്ടില് എല്ലാവർക്കും സുഖമാണ്, എല്ലാവരോടൊപ്പം സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു സെന്റൻസ് നമ്മൾ എഴുതുന്നത്. തുമ്ഹാരി ഘർ സെ ലോട്ടെ മുझे കൈ ദിൻ ബീത് ചുക്കേ ഹെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് ദിവസമായി. മുझे കൈ ദിൻ ബീത് ചുക്കേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചധികം ദിവസമായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ പോന്നിട്ട്. പർ മൻ അബി ബേചാൻ ഓർ അശാന്ത് ഹെ, പക്ഷെ എന്റെ മനസ്സിന് ഇപ്പോഴും ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഫീലാണ് ഉള്ളത്. ബേചാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അതുപോലെ തന്നെ അശാന്തിയും, ഒരു റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു അശാന്തമായിട്ടുള്ള മനസ്സാണ് എനിക്കിപ്പോൾ ഉള്ളത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ വീട്ടിൽ വന്നു നിന്ന ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നാണ് പറയുന്നത്. ജബ് സെ मैं अपने घर पहुंचा हूँ बार बार वही 2 दिन याद आ रहे हैं जो मैंने तुम्हारे साथ बिताए थे. ഇപ്പൊ ഞാൻ വീട്ടിലെത്തി, പക്ഷെ ബാർ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും, എന്താണ്, എനിക്ക് ആ ദിവസങ്ങളാണ് ഓർമ്മ വരുന്നത്, ആ 2 ദിവസമാണ് ഓർമ്മ വരുന്നത്, ഞാൻ നിങ്ങളുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്ത ആ 2 ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. തുമ്നെ കിത്നെ പ്രേം ഓർ അപ്നേപ്പൻ സെ മുझे അപ്നെ ഘർ ബുലായാ ഥാ, നിങ്ങള് എന്താണ് എത്ര ഇഷ്ടത്തോടു കൂടി, എത്ര എന്നെ സ്വന്തം എന്ന് കണ്ടിട്ടല്ലേ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. തുമ്ഹാരി ആഖോ മേ യ ഉമ്മീദ് സാഫ് झलक रही थी कि हम दोनों बैठकर पुराने दिनों की बातें करेंगे, गांव घर की यादें ताजा करेंगे, खेत खलिहान और പോക്കർ താലാബ് കി ചർച്ച കरेंगे. നിങ്ങളുടെ കണ്ണില് അത് കാണാമായിരുന്നു. യ ഉമ്മീദ് സാഫ് ഝലക് രഹി ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ആ പ്രതീക്ഷ കാണാമായിരുന്നു എന്നുള്ളതാണ്. എന്തിനുള്ള പ്രതീക്ഷയാണ്? നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് എന്താ ഗ്രാമത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഡിസ്കസ് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ കണ്ണിൽ കാണാമായിരുന്നു, വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണാമായിരുന്നു. तुम चाहते थे कि बचपन की गलियों में एक बार फिर घूम आए, पर मैं इतना नादान निकला कि तुम्हारी इस भावना को समझ ही नहीं पाया. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എന്താണ്? പണ്ട് നമ്മൾ ഓടിക്കളിച്ചിരുന്ന ആ ഗലികളിലൂടെ ഒക്കെ ഒന്നും കൂടെ പോയി വരാം എന്നുള്ളത്, അതായത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ്, മേറ്റ്ന നാദാൻ നിക്കില്ല എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും അറിവില്ലാത്ത ഒരാളായിരുന്നു, എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. मैं उसे समझ नहीं पाया. मैं तो अपने मोबाइल में ऐसा उलझा रहा कि फेसबुक, इंस्टाग्राम और लगातार रील्स की भीड़ में तुम्हारी बातें कहीं पीछे छूट गई. ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതൊക്കെ തുറന്നിട്ട് റീൽസ് കി ലഗാതാർ ഭീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീൽസിന്റെ ട്രാഫിക് അതിലങ്ങ് കുടുങ്ങിപ്പോയി. എന്നിട്ട് എന്താണ് ഉണ്ടായത്? തുമ്ഹാരി ബാത്തേ കഹി പീछे छूट गई, എന്നിട്ട്
നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്നുള്ള ആ ഒരു കാര്യം വളരെ പിന്നിലായി പോയി. അതായത് അത് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നാണ് പറയുന്നത്. തുമ്നെ കൈ ബാർ മേരി ഓർ ദേഖ പർ മൈ അപ്നി ഹി ദുനിയാ മേ മസ്ത് രഹ. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം എന്റെ നേരെ നോക്കി, പക്ഷെ ഞാൻ എന്റെ തന്നെ ലോകത്തിലായിരുന്നു, ആ ഒരു ലോകത്തിൽ എൻജോയ് ചെയ്യുകയായിരുന്നു. घर लौटकर जब फुर्सत के पल मिले और मैंने ठंडे दिमाग से सोचा तो मुझे अपनी भारी भूल का एहसास हुआ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഫുർസത്ത് കെ പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ മിലെ കിട്ടിയപ്പോൾ ഞാൻ ठंडे दिमाग से, ഞാൻ എന്താണ് ക്ലിയർ ആയിട്ട്, ठंडे दिमाग से എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂൾ ആയിട്ടുള്ള ഒരു മനസ്സ് വെച്ചിട്ട്, അതായത് ഈ റീൽസിനെ കുറിച്ചൊക്കെ ചിന്തിക്കാതെ മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാതെ സമാധാനമായിട്ട് ഇന്ന് ചിന്തിച്ചപ്പോഴാണ് മുझे अपनी भारी भूल का एहसास हुआ, എന്റെ ഇത്രയും വലിയ തെറ്റ് ഞാൻ തിരിച്ചറിഞ്ഞത് എന്നാണ് പറയുന്നത്. तुमने मुझे इतने प्रेम से बुलाया और मैंने तुम्हारी भावनाओं का बिल्कुल भी सम्मान नहीं किया. നിങ്ങൾ എന്നെ അത്രയും സ്നേഹത്തോടു കൂടിയല്ലേ വിളിപ്പിച്ചത്, എന്നിട്ടും ഞാൻ നിങ്ങളുടെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്തില്ല, അതിന്റെ സമ്മാൻ നഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അതിനുള്ള റെസ്പെക്ട് കൊടുത്തില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. इसके लिए मुझे सच में बहुत शर्मिंदगी हो रही है. ഈ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് അധികം ഷർമിന്ദഗി എന്ന് വെച്ചാൽ ലജ്ജ തോന്നുന്നുണ്ട് എന്നാണ്. तुमसे वादा करता हूँ कि जब भी अगली बार मिलूंगा अपना मोबाइल दूर रखकर पूरे मन से तुम्हारी बातें सुनूंगा. അപ്പൊ ഞാൻ എന്താണ് വാദ കർത്താഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ സത്യം ചെയ്യുന്ന എന്താണ്, അടുത്ത പ്രാവശ്യം എപ്പോഴാണോ കാണുന്നത്, അഗ്ലി ബാർ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം എപ്പോഴാണോ കാണുന്നത് അപ്പോഴും ഞാൻ എന്റെ മൊബൈല് മാറ്റി വെച്ചിട്ട് പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് തുമ്ഹാരി ബാത്തേ സുനൂക, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കും. ഓർ ഖുൽക്കർ അപ്പനാപ്പൻ ബാട്ടുക, എന്താണ് ആ സ്വന്തം എന്നുള്ള ഫീലിംഗ് അവിടെ സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ്. ബാട്ട്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, അവര് അത്രയും അടുപ്പുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ തന്നെ പെരുമാറും അടുത്ത വട്ടം കണ്ടു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. കൃപയാ മുജി ക്ഷമ കർത്തേന, അപ്പോ എന്താണ് സോറി പറയാണ് ലാസ്റ്റ്. തുമ്ഹാര അപ്ന മിത്ര സുരേഷ്, അങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് ലെറ്റർ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആശയത്തിൽ തന്നെ ഇതിനെ ഒന്നും കൂടെ കൺസൈസ് ആയിട്ട് എഴുതാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാൻ പറ്റുന്ന ആളുകൾ എന്താണ് ആ രീതിയിൽ മാറ്റി എഴുതാം. ഇതൊരു മോഡൽ മാത്രമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിഥി കു 2 दिन शहर में ठहरना था, वह एक किफायती ഹോട്ടൽ കി തലാഷ് മൊബൈൽ മേ കർ രഹാ ഥ. അതിഥിക്ക് 2 ദിവസം പട്ടണത്തിൽ നിൽക്കണമായിരുന്നു. അപ്പം ഒരു കിഫായത്തി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഹോട്ടലിന്റെ ഓപ്ഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിഥി. അച്ചാനക് വ ഈ ഹോട്ടൽ കാ വിജ്ഞാപൻ ദേഖ്താ ഹൈ, വ വിജ്ഞാപൻ തയ്യാർ കരേ എന്നാണ് പറയുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ആ വ്യക്തി ഒരു വിജ്ഞാപൻ കാണുന്നു. ആ വിജ്ഞാപൻ എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ്, പരസ്യം, അത് എഴുതാനാണ് പറയുന്നത്. खूबियों का उल्लेख है, संक्षिप्त और स्पष्ट विज्ञापन नारा है, പ്രഭാവശാലി ഭാഷാ ശൈലി, ആകർഷക് രൂപരേഖ, ഇതൊക്കെയാണ് വേണ്ടത്. അതായത് ആ ഹോട്ടലിന്റെ പ്രത്യേകതകൾ എഴുതണം, വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ എഴുതേണ്ടത്, പ്രഭാവശാലിയായ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലാണ് എഴുതാനായിട്ട്, ആകർഷകമായിട്ടുള്ള ഒരു ഫോർമാറ്റിലായിരിക്കണം എഴുതാനായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോ ആ ക്വസ്റ്റിന് ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജ്ഞാപനം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം കേട്ടോ. പോസ്റ്റർ, നോട്ടീസ്, ഡയറി, ലെറ്റർ, അഡ്വർടൈസ്മെന്റ്, ഇതിനൊക്കെ എന്താണ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് അതിന്റെ ഉള്ളിലാണ് കാര്യങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം സുഖ്ദാം ഹോട്ടൽ ആപ്കെ ബജറ്റ് മേ ആരാം, അപ്പൊ അതാണ് അതിന്റെ ടാഗ് ലൈൻ. ഹോട്ടലിന്റെ പേരെന്താണ്, സുഖ്ദാം ഹോട്ടൽ എന്നാണ്. ആപ്കെ ബജറ്റ് മേ ആരാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബജറ്റിനുള്ളിൽ ഒതുങ്ങുന്ന സൗകര്യങ്ങൾ. ആരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ചേർന്ന നിങ്ങളുടെ ബജറ്റിനൊത്ത രീതിയിലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണെന്നാണ് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. ഷെഹർ കി ബീച്ചോ ബീച്ച് ഫിർ ബി ജേബ് പർ ഹൽക്ക, ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടണത്തിന്റെ നടുക്ക്, ബീച്ചോ ബീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക്, ഫിർ ബി ജേബ് പർ ഹൽക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷെ പോക്കറ്റില് വളരെ ലൈറ്റ് ആയിട്ടേ അത് ബാധിക്കുള്ളൂ എന്നുള്ളത്. ജേബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കറ്റ് എന്നാണ് കേട്ടോ. ഹൽക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള. സാഫ് സുത്രേ ഓർ ആറാംദായക് കമറേ, ക്ലീൻ ആയിട്ടുള്ള, അതുപോലെ തന്നെ എന്താണ് നന്നായിട്ട് റെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന എന്താണ് റൂംസ് ആണുള്ളത്. മുഫ്ത് വൈഫൈ ഓർ നാഷ്ത, ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ വൈഫൈയും ഫ്രീ ആയിട്ടുണ്ട് ഹോട്ടലില്. ബസ് സ്റ്റാൻഡ് വ റെയിൽവേ സ്റ്റേഷൻ സെ മാത്ര 5 മിനിറ്റ് കി ദൂരി, ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ ഈ ഒരു ഹോട്ടലിലോട്ട്.
24 घंटे സുരക്ഷ ഓർ സ്വാഗത് സേവ, 24 മണിക്കൂറും എന്താണ് സുരക്ഷയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. സ്വാഗത് സേവ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, എപ്പോ വേണമെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പറ്റും ഹോട്ടലിൽ. സുഖ്ദാം ജഹാ ഹർ മെഹമാൻ അപ്നാപ്പൻ മെഹസൂസ് കരെ, അതാണ് അടുത്ത ടാഗ് ലൈൻ. അതായത് എല്ലാവർക്കും എന്താണ്, ഇത് ഞങ്ങളുടെ സ്വന്തം വീട് പോലത്തെ ഒരു ഫീല് തരുന്ന, ആ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീല് കൊടുക്കുന്ന ഹോട്ടലാണ് എന്നുള്ള രീതിയിലാണ് ആ ടാഗ് ലൈൻ പറയുന്നത്. ആജ് ഹി ബുക്ക് കരെ ഓർ പായേ ഷാൻദാർ ഛൂട്ട്, ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ, നല്ല ഓഫേഴ്സ് കരസ്ഥമാക്കൂ എന്നാണ് താഴെ എഴുതിയിട്ടുള്ളത്. എന്നിട്ട് സമ്പർക്ക് കരെ എന്ന് പറഞ്ഞിട്ട് ഒരു കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ച് എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, ഇതിലിപ്പോ ഈ 24 घंटे സുരക്ഷ ഓർ സ്വാഗത് സേവ എന്നുള്ള സെന്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്താണ്, മുഫ്ത് വൈഫൈ ഓർ നാഷ്തയും വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു 2-3 സെന്റൻസ് ഇടയിലത്തെ എഴുതി ചേർത്താൽ മതിയായിരിക്കും. പിന്നെ വിജ്ഞാപനത്തിൽ എപ്പോഴും അട്രാക്റ്റീവ് ആയിട്ട് എന്ത് വേണം, ഒരു പിക്ചറൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അപ്പം ഒരു ഹോട്ടലിന്റെ ഒക്കെ പിക്ചർ വരയ്ക്കാൻ പറ്റുന്നവർ സൈഡിൽ അതൊക്കെ വരച്ചു ചേർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷെ മെയിൻ ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, എന്ത് കാര്യത്തിനെ കുറിച്ചാണോ അഡ്വർടൈസ് ചെയ്യുന്നത് അതിന്റെ പേര്, പിന്നെ പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പം ഹോട്ടലിന്റെ കാര്യം മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ആയിരിക്കും വിജ്ഞാപനം എഴുതാൻ വേണ്ടി തരിക. അപ്പം അതിന് ഇത്ര രൂപയാണെന്നുള്ള രീതിയിൽ സൈഡിൽ എഴുതി ചേർക്കുക. പിന്നെ അതിന്റെ വിശേഷതകളായിട്ട് 2-3 പോയിന്റ്സ് എഴുതി ചേർക്കുക. അതാണ് മെയിൻ ആയിട്ട് അതിന്റെ ഫോർമാറ്റ്. ഇതെല്ലാം ഒരു ബോക്സിന്റെ ഉള്ളിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംക്ഷേപൺ കരയുന്നാണ്. ഏക് അഖാ ദിൻ ബീത് ഗയാ ഹൈ, दूसरा बीतने जा रहा है, लेकिन समझ में नहीं आ रहा है कि അതിഥി തും മുझसे കബ് ബത്തിയാവോगे. ഒരു കംപ്ലീറ്റ് ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും കഴിയാറായി, പക്ഷെ മനസ്സിലാവുന്നില്ല അതിഥി നീ എപ്പോഴാണ് എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എന്നോട് സംസാരിക്കുക എന്ന്. കബി मैं तुम्हारे मोबाइल को देख रहा हूं तो कभी तुम्हारा मुंह निहार रहा हूं. तुम्हारे हाथ में एक साधारण सा एंड्रॉइड फोन है और लगातार रील्स पर रील्स देखे जा रहे हो. ചില സമയത്ത് ഞാൻ എന്താണ് നിങ്ങളുടെ മൊബൈലിലേക്കാണ് നോക്കുന്നത്, ചില സമയത്ത് നിങ്ങളുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു സാധാരണമായിട്ടുള്ള ആൻഡ്രോയിഡ് ഫോണാണ്, അതിൽ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം और एक्स के पीछे हाथ धोकर पड़े हुए हो. ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അതന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. വാട്സാപ്പ് पर जमे हुए हो, വാട്സാപ്പും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. खुद ही मुस्कुरा रहे हो, खुद ही हंस रहे हो, സ്വയം തന്നെ പുഞ്ചിരിക്കുന്നുണ്ട്, സ്വയം തന്നെ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പം സംക്ഷേപൺ കര എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ഒരു പാരഗ്രാഫില്ലേ, അതിന്റെ 1/3 ലെങ്ത് ആയി കുറച്ചിട്ട് ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ സംക്ഷേപം ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്താണ്, ഒരു ടൈറ്റിലും കൂടി കൊടുത്തിരിക്കണം, ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഒരു ബ്രീഫ് ആയിട്ടുള്ള രീതിയിൽ ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒഴിവാക്കാൻ പാടില്ല, അത് ഉൾപ്പെടുത്തണം. പിന്നെ അത് വളരെ ബ്രീഫ് ആയിരിക്കണം, ചുരുക്കി എഴുതിയിട്ടുള്ളതായിരിക്കണം. വിഷയാനുകൂൽ ശീർഷക് ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ശീർഷകവും കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. അപ്പോ ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഏക് ദിൻ കാ ഇന്തിസാർ എന്നുള്ളതാണ്, ഒരു ദിവസത്തെ കാത്തിരിപ്പ്. ലേഖക് കെ ഘർ ആയ അതിഥി ദിൻ രാത് മൊബൈൽ മേ ഹി ഉൽझा रहता है. അപ്പോ ലേഖകന്റെ വീട്ടിലോട്ട് വന്നിട്ടുള്ള അതിഥി എന്താണ്, എല്ലാ ദിവസവും മൊബൈലിൽ തന്നെയാണ് ഇരിക്കുന്നത്. വ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് और व्हाट्सएप पर लगातार रील्स देखता और खुद ही मुस्कुराता हंसता रहता है. അപ്പം അതിഥി എന്താ ചെയ്യുന്നത്, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് അതുപോലെ തന്നെ വാട്സാപ്പിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് കാണുന്നു, എന്നിട്ട് സ്വയം തന്നെ ചിരിച്ചും പുഞ്ചിരിച്ചും ഒക്കെ ഇരിക്കുന്നു. പർ ലേഖക് സെ ബാത് കർനെ കി ഫുർസത്ത് ഉസ്കെ പാസ് നഹീ ഹൈ. പക്ഷെ ലേഖകനോട് സംസാരിക്കാനായിട്ടുള്ള ഒഴിവ്, ഫുർസത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് എന്താണ്, ഈ വ്യക്തിക്ക് ഇല്ല. ഇത്രയാക്കിയിട്ട് ചുരുക്കി എഴുതുക. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ മാറ്റി എഴുതാട്ടോ, ആശയം മാറാൻ വേണ്ടി പാടില്ല. ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തണം, പക്ഷെ ചുരുക്കി എഴുതണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
हे अतिथि, तुम ही बताओ कि अब मैं तुम्हारा क्या इलाज करूं। यहाँ लेखक किस सामाजिक समस्या को सूचित करते हैं, अपने विचारों को भाषण के रूप में प्रस्तुत करे എന്നാണ് പറയുന്നത്. അപ്പോൾ ഹേ അതിഥി തും ഹി ബതാओ कि अब मैं तुम्हारा क्या इलाज करूं, ഞാൻ ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് തരേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇത് സമൂഹത്തിലെ എന്ത് പ്രശ്നത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ തോട്ട്സ്, നിങ്ങളുടെ ഒപ്പീനിയൻസും നിങ്ങളുടെ തോട്ട്സും ഒക്കെ എന്താണ്, ഒരു ഭാഷൺ, ഒരു സ്പീച്ചിന്റെ രൂപത്തിൽ, പ്രസംഗത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ഓക്കെ. സാമാജിക് സമസ്യ വിഷയ് മൊബൈൽ കി ലത്ത് ഓർ ബിഗഡത്തെ റിഷ്തെ എന്നുള്ളതാണ് ഇതിന്റെ ടോപ്പിക്. ഈ ഒരു സ്പീച്ചിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് മൊബൈൽ കി ലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിനോടുള്ള അഡിക്ഷൻ, അതുപോലെ തന്നെ ബിഗഡത്തെ റിഷ്തെ തകർന്നുകൊണ്ടിരിക്കുന്ന, മോശമായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങൾ എന്നുള്ളതാണ് ടോപ്പിക്. ആദരണീയ ശ്രോതാക്കൾ, आज मैं जिस समस्या पर बात करना चाहता हूँ वह है മൊബൈൽ ഫോൺ ഓർ സോഷ്യൽ മീഡിയ की बढ़ती लत. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്, മൊബൈൽ ഫോൺ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയോടുള്ള ആളുകളുടെ കൂടി വരുന്ന അഡിക്ഷനെ കുറിച്ചിട്ടാണ് എന്നാണ് ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം. आज हालत यह हो गई है कि घर में मेहमान आए या अपने ही परिवार का सदस्य, हर कोई अपने अपने मोबाइल में गुम रहता है. ഇപ്പോഴത്തെ ഹാലത്ത്, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് മെഹമാൻ വന്നാലും, അതായത് വീട്ടില് അതിഥികൾ, ഗസ്റ്റ് വന്നാലും, അതല്ല സ്വന്തം വീട്ടിലെ തന്നെ അംഗങ്ങൾ, സദസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അംഗങ്ങൾ തമ്മിലും എന്താണ് സംസാരിക്കുന്നൊന്നുമില്ല. എല്ലാരും സ്വന്തം മൊബൈലിൽ തന്നെ ഇങ്ങനെ എന്താണ് മതിമറന്നിരിക്കുകയാണ്. ഗും രഹ്താ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്, എല്ലാരും ആ മൊബൈലിന്റെ ലോകത്ത് ഇങ്ങനെ ലയിച്ചിരിക്കുകയാണ്. सामने बैठा इंसान बात करने को तरसता रहता है, पर दूसरी ओर वाला व्यक्ति रील्स, फेसबुक और व्हाट्सएप में इतना खोया रहता है कि उसे आसपास की दुनिया का एहसास ही नहीं होता. നമ്മളുടെ മുൻപിലുള്ള വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കണം എന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളെല്ലാരും എന്താണ് ഈ ഫേസ്ബുക്ക്, വാട്സാപ്പ്, അതുപോലെ തന്നെ റീൽസ്, ഈ കാര്യത്തിലൊക്കെ ഇങ്ങനെ എന്താണ് മതിമറന്നിരിക്കുകയാണ്. എന്നിട്ട് ചുറ്റുമുള്ള ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയും ഇല്ല, അതിനെക്കുറിച്ച് തിരിച്ചറിയുന്നുമില്ല. യഹ് സമസ്യ കേവൽ ഏക് വ്യക്തി കി നഹി ബൽക്കി പൂരെ സമാജ് കി ഹൈ. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ മുഴുവനാണ്. ഹം റിശ്തെ നിഭാന ഭൂൽത്തെ ജാ രഹേ ഹൈ और स्क्रीन के पीछे की दुनिया को असली दुनिया से ज्यादा अहमियत देने लगे हैं. നമ്മൾ എന്താണ് റിഷ്തെ നിഭാന, അതായത് ബന്ധങ്ങൾ പാലിക്കുക എന്നുള്ളൊരു സംഭവം ഭൂൽത്തെ ജാ രഹേ ഹെ, മറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്ക്രീനിന്റെ പിന്നിലുള്ള ലോകം ആണ് അസ്ലി ദുനിയ, യഥാർത്ഥ ലോകം എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സേ ജ്യാദ അഹമിയത്ത് ദേനെ ലഗേ ഹെ, അതായത് റിയൽ വേൾഡിനേക്കാളും ഫോണിന്റെ ഉള്ളിലുള്ള ലോകല്ലേ, അതിനാണ് നമ്മൾ കൂടുതൽ മുൻതൂക്കം നൽകുന്നത് എന്നാണ് പറയുന്നത്. അഹമിയത്ത് ദേനാന്ന് വെച്ചാൽ വാല്യൂ ചെയ്യുക എന്നുള്ളതിനെയാണ് പറയുന്നത്. അപ്പം റിയൽ വേൾഡിനേക്കാൾ ഈ ഫോണിലെ ലോകത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമൂഹം ഉള്ളത് എന്നാണ് പറയുന്നത്. जरूरत है कि हम अपने मोबाइल को कुछ समय के लिए किनारे रखें, अपनों से आंख मिलाकर बात करें और रिश्तों में प्यार बनाए रखें. അപ്പോ നമ്മള് കുറച്ച് സമയത്തേക്ക് നമ്മളുടെ മൊബൈൽ മാറ്റി വെക്കുക, എന്നിട്ട് ഓപ്പോസിറ്റുള്ള ആളുകളോട്, നമ്മളുടെ ബന്ധുക്കളോട് അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവരോട്, വീട്ടുകാരോടൊക്കെ ആഖ് മിലാക്കർ ബാത് കരെ എന്ന് വെച്ചാൽ കണ്ണിൽ നോക്കി സംസാരിക്കുക, നേർക്കുനേർ നോക്കി സംസാരിക്കുക. ഓർ റിഷ്തോമേ പ്യാർ ബനായി റഖേ, ബന്ധങ്ങളിലുള്ള സ്നേഹം അതുപോലെ തന്നെ നിലനിർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. കാരണം ആ ഒരു സംഭവം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ നിന്ന്. തബി ഹം അസ്ലി അപ്നേപ്പൻ കോ ബച്ചാ പായെങ്കിൽ, അങ്ങനെ ഫോൺ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബന്ധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവയെ സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ധന്യവാദ് എന്ന് ചേർക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും പ്രസംഗം പറയുമ്പോൾ എന്താണ്, മുന്നിലിരിക്കുന്നവരെ സംബോധന ചെയ്യും. അതാണ് നമ്മൾ ആദരണീയ ശ്രോതാഗൺ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്. എന്നിട്ട് നമ്മൾ ടോപ്പിക് എന്താന്ന് പറഞ്ഞു, അതിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു, അതിനുശേഷം ലാസ്റ്റ് ധന്യവാദ്, താങ്ക്സ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, വ്യംഗ്യ ലേഖ് की शुरुआत में दिए गए कार्टून के लिए उचित पाद टिप्पणी दे. അതായത് ഈ ഒരു വ്യംഗ്യലേഖിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നിട്ടുള്ള ആ ഒരു ചിത്രം ഉണ്ടല്ലോ, അതിനുള്ള ഒരു പാദ ടിപ്പണി, ഒരു അടിക്കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. അപ്പം നമുക്ക് അത് നോക്കാം.
मोबाइल के पेट में समाया आदमी अब बाहर की दुनिया से उसका कोई നാത്ത नहीं എന്നുള്ളതാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൊബൈലിന്റെ പേട്ട് മേ എന്ന് വെച്ചാൽ എന്താണ് വയറ്റിൽ എന്നൊക്കെ ഉള്ളതാണ്. സമായ ആദ്മി, ഇപ്പൊ ആ മനുഷ്യൻ എന്താണ് മൊബൈലിന്റെ വയറിന്റെ ഉള്ളിലാണ് ഉള്ളത്. അബ് ബാഹർ കി ദുനിയ സെ ഉസ്കാ കോയി നാത്ത നഹി, ഇപ്പോൾ ആ മനുഷ്യൻ എന്താണ് പുറത്തുള്ള ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.